നമസ്കാരം. ന്യൂ ആൻഡ് ഫ്രഷിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വ്യത്യസ്തമായ തലയിൽ തേക്കുന്ന എണ്ണ എങ്ങനെ നമുക്ക് കാച്ചിയെടുക്കാം എന്നാണ് നോക്കുന്നത്. നല്ല മണത്തോടും ഗുണമേന്മയോടും കൂടി എങ്ങനെ തലയിൽ തേക്കുന്ന എണ്ണ നമുക്ക് ഉണ്ടാക്കാമെന്ന് പരിചയപ്പെടാം. അപ്പം അതിന് വേണ്ട ഐറ്റംസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. നമ്മളിതിന് ഉപയോഗിക്കുന്നത് ആദ്യം കഴിക്കണ വേപ്പിൻ്റെ ഇല, കഞ്ഞുണ്ണി, മൈലാഞ്ചി, പിന്നെ നമ്മുടെ നാരങ്ങയുടെ ഇല, ചെമ്പരത്തി, തുളസി, കറ്റാർവാഴ, ചെറിയുള്ളി, ചെറുനാരങ്ങ, നെല്ലിക്ക, ഉലുവ, പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല, മുരിങ്ങയുടെ ഇല, പുളിയുടെ ഇല, ചെമ്പരത്തിയുടെ ഇല, കുരുമുളക്, നല്ല മണം കിട്ടാൻ കർപ്പൂരം, എള്ള്, നാളികേരം, പിന്നെ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ. 1 ലിറ്റർ എണ്ണ കൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പൂവാണ് നമ്മളെ 1 ലിറ്റർ ആണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ നമ്മൾ 2 ലിറ്റർ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ റെഡിയാക്കിയപ്പോൾ അത്യാവശ്യം 2 ലിറ്റർ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് എള്ള് ചേർക്കാം. ഇതിലേക്ക് ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് അരച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് നെല്ലിക്ക ചേർക്കാം. ചെറുള്ളി ഇതേപോലെ ചതച്ചിട്ട് ഉണ്ട്. ഇതിൽ കുരുമുളക്, അതേപോലെ കർപ്പൂരം, ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം എണ്ണയിൽ. നമ്മുടെ ഇലകളും ഇതൊക്കെ കൂടി നമ്മൾ അരച്ച പേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നാളികേരത്തിൻ്റെ ഫുള്ള് പാലാണ്. ഇനി നമ്മുടെ ഈ അരപ്പും എണ്ണയും മൂത്ത് വരണ വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. വരുന്നുണ്ട് നമ്മുടെ പാലട പോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരത്തെ പ്രോസസ്സിങ് ഉണ്ട്. അത്യാവശ്യം നല്ല ചൂടൊക്കെ കയ്യുമ്പിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കണൊരു പ്രക്രിയയല്ല. അത് എണ്ണയും ഇതിലെ ഇൻഗ്രീഡിയൻസും കൂടി മൂത്ത് സെപ്പറേറ്റ് ആയി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിന് അത്യാവശ്യം സമയമെടുക്കും. ഇപ്പോൾ തന്നെ നല്ല മണം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. നന്നായി തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി നമ്മുടെ ഇതിലേക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ച നാരങ്ങയുടെ തോല് നമ്മൾ ഇതിലിടാൻ പോവുകയാണ്. നമ്മളിനി ഇതിലേക്ക് 2 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു പട്ട നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 സ്പൂണ് തേയിലയാണ് ചേർക്കുന്നത്. നമ്മുടെ എണ്ണയൊക്കെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, എണ്ണ തെളിഞ്ഞ് ഇതിൻ്റെ ചണ്ടിയൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ചൂടാറിയിട്ട് വേണം ഇത് അരിച്ച് സെപ്പറേറ്റ് ആക്കാൻ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഊർന്ന് വന്നിട്ടുണ്ട്. കൂട്ട അതിലേക്ക് പിടിച്ചാൽ കണ്ടോ, ഊർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കാം ആദ്യം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ അരിച്ച് സെറ്റായിട്ടുണ്ട്. നല്ല മണമാണ്.
അപ്പോൾ നമുക്കത് നേരെ കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ കുപ്പിയിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്, നല്ല ഫ്ലേവറുമാണ്.